ആയുർവേദം പറഞ്ഞിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അല്ലെങ്കിൽ ഏറ്റവും ഗുണപ്രദമായ ഒരു ഫ്രൂട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവുമല്ലോ. നമുക്ക് പല വിധത്തിൽ പല വീഡിയോസിൽ പല ബുക്സിലൊക്കെ നമ്മൾ പല പല ഫ്രൂട്ട്സ് കാണും. നമ്മൾ എന്നും കഴിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചായിട്ട്, അതായത് നമുക്കൊരു ശരീരം മുഴുവൻ ഗുണം കിട്ടുന്ന രീതിയിൽ, അതിപ്പോൾ എക്സ്റ്റേണൽ മുടിയാവട്ടെ, സ്കിന്നാവട്ടെ, ഇൻറ്റേർണൽ ഓർഗൻസ് ആവട്ടെ, ഹാർട്ട് ആവട്ടെ, അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ഓർഗൻസിനും, ബ്ലഡ് സർക്കുലേഷൻ ആവട്ടെ, എല്ലാത്തിനും ഗുണം കിട്ടുന്ന ഒരു ഫ്രൂട്ട് ഏതാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അത് വേറൊന്നുമല്ല, ദാഡിമ എന്നറിയപ്പെടുന്ന പൊമഗ്രാനേറ്റ് അല്ലെങ്കിൽ അനാർ എന്ന് വിളിക്കുന്ന ഉറുമാമ്പഴം എന്ന് പറയും. ഇതാണ് ഈ ഒരു ആയുർവേദത്തിലൊരു വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു പഴമായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, വാദം, പിത്തം, കഫം എന്നിവയിൽ അധിഷ്ഠിതമായിട്ടാണ് ആയുർവേദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ പോകുന്നത്. അതിൽ ത്രിദോഷാസ് എന്ന് പറയും. ഈ 3 ദോഷങ്ങളിലും മൂലം എന്തെങ്കിലും പ്രശ്നം ശരീരത്തിലുണ്ടായാൽ, ഇതിൻ്റെ ബാലൻസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ, ഈ 3 ദോഷത്തെയും ശരീരത്തിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോഗ്യപരമായിട്ട് നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ് അനാർ എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പനി വന്നാൽ നമുക്ക് അനാർ കഴിക്കാം. അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, അത് കോൺസ്റ്റിപ്പേഷൻ ആയിക്കോട്ടെ, ഡയറി ആയിക്കോട്ടെ, നമുക്ക് വയറ്റിൽ നിന്ന് ലൂസായിട്ട് പോകുന്ന അവസ്ഥയും കട്ടിയായിട്ട് പോകുന്ന അവസ്ഥയും അനാർ ഈക്വലി നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ചില ആൾക്കാർ ഭക്ഷണം കഴിച്ച പാടെ തന്നെ വയറ്റിൽ നിന്ന് പോകണം എന്നുള്ള ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, IBS എന്ന് പറഞ്ഞ കണ്ടീഷനുള്ള ആൾക്കാർക്കും അനാർ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ബ്ലഡിലെ ഹീമോഗ്ലോബിൻ്റെ കണ്ടന്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും ഈ ദാഡിമ അല്ലെങ്കിൽ അനാർ എന്ന് പറയുന്നത്. ദാഡിമോ ഹൃദ്യാനം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. അതായത് ഹൃദയത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാർഡിയോ ടോണിക് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ ഹൃദയത്തിന് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോണിക് ആയിട്ടാണ്. നമ്മളൊരു ഹൃദയത്തിനൊരു മരുന്ന് കഴിക്കുന്നത് പോലെ, ഒരു സപ്ലിമെൻ്റ് കഴിക്കുന്ന പോലെ തന്നെ എഫക്റ്റീവാണ് ഈ അനാർ കഴിക്കുന്നത് എന്നുള്ളതാണ്. ശരീരത്തിൻ്റെ ചൂട് കൂടുതലുള്ള ആൾക്കാർക്കും ചൂട് കാലത്തും ഒക്കെ ഉപയോഗിക്കും. എന്നാൽ തണുപ്പ് കാലത്ത് ഉപയോഗിച്ചാൽ നമുക്ക് കഫമോ ജലദോഷമോ വരുന്നില്ല എന്നുള്ളതാണ്. ആരോഗ്യപരമായ വിശപ്പ് വേണമെങ്കിൽ നമുക്ക് അനാർ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഷുഗർ പേഷ്യൻസ് ഉണ്ടല്ലോ, പ്രമേഹ രോഗികൾ, ഇത് ഏത് ടൈപ്പ് പ്രമേഹമാകട്ടെ, പ്രമേഹ രോഗികൾക്ക് അനാർ കഴിക്കാം. അധികം ഷുഗർ കണ്ടന്റ് കൂടുതലില്ല, ശരീരത്തിലെ ഷുഗർ അധികം കൂട്ടുന്നില്ല, ഈസി ടു ഡൈജസ്റ്റ് ആണ്, ഏത് രോഗാവസ്ഥയിലും കഴിക്കാം, ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതാണ്. നിങ്ങൾക്ക് യൂറിനറി പ്രോബ്ലം ഉണ്ടെങ്കിൽ, മൂത്ര സംബന്ധമായ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അനാർ കഴിക്കാം. അതുപോലെ തന്നെ സ്കിന്നിനും മുടിക്കും ഏറ്റവും നല്ലതാണ് കേട്ടോ. ഒരു ആൻറ്റി ഏജിങ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. മുടി വളരേണ്ടതായ ന്യൂട്രിയൻസ് ഒക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇൻഫ്ലമേഷൻ, ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അറിയാതെ വരുന്ന നീർക്കെട്ടുകളോ ഇൻഫ്ലമേഷൻസോ, അത് നമ്മുടെ ആഹാരം കൊണ്ടാവാം, നമ്മൾ എക്സസൈസിൻ്റെ കുറവ് മൂലമാവാം, എന്തുകൊണ്ടും വരുന്ന ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും നല്ലതാണ്.